ബിൽക്കിസ് ബാനോ കേസിലെ സുപ്രീം കോടതി വിധിയിൽ മറുപടി പറയാൻ നിർബന്ധിതരാവുകയാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീക്ഷേമ നയങ്ങൾ പ്രചാരണമായുധമാക്കാനുള്ള നീക്കങ്ങൾക്കിടെയാണ് BJP ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനം വരുന്നത്. ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും പ്രതികളെ രക്ഷിക്കാൻ ഒത്തുകളിച്ചെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ആരോപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതാ യുവ വോട്ടുകളാണ് BJPയുടെ ലക്ഷ്യം. വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ സ്ത്രീക്ഷേമ നയങ്ങൾ മുൻനിർത്തി പ്രചാരണ പദ്ധതി തയ്യാറാക്കുന്നതിനിടെ ബിൽക്കിസ് ബാനോ കേസിലെ സുപ്രീം കോടതി വിധി രാഷ്ട്രീയമായും ധാർമ്മികമായും BJPയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതാണ്. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഗുജറാത്തിലെ BJP സർക്കാർ പ്രതികൾക്ക് അനുകൂല നടപടി സ്വീകരിച്ചതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പ്രതികളെ BJP നേതാക്കൾ മാലയിട്ട് സ്വീകരിച്ചതും വിവാദമായിരുന്നു. ബലാത്സംഗ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചെന്ന സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. And they have also strongly criticized the Gujarat government for being a party to this. Therefore, it is a big slap on the Gujarat government, and also because the central government had been party to this. The central government had okayed this. ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്കായി ശക്തമായ ഇടപെടൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സത്തൽവാദ് ഗൂഢാലോചന കേസ് നേരിടുന്നതിനിടെ ബിൽക്കിസ് ബാനോ കേസിൽ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടൽ സുപ്രീം കോടതി അംഗീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 24 ഡൽഹി.